എങ്ങുണ്ടോ റൂമിൽ മെത്തേ കിടന്നിട്ട് എങ്ങനെ ഉണ്ടോ? നല്ല സുഖം. നല്ല സുഖം ഉണ്ടോ? നല്ലപോലെ കിടക്ക. എടാ മോനെ പേടിച്ചു ഹായ് മുട്ടയിടാൻ കയറിയാന്ന് ഗൈസ്. അപ്പൊ ഗൈസ് നമ്മുടെ കൊലക്കൊമ്പന്റെ കൂടാണ് ഗൈസ് കയറുന്നത്. ഗൈസ് അവിടെ ചാടിയാണ് ഗൈസ്. ഈ അവസ്ഥയായി. വെള്ളപ്പാനിന്റെ അവസ്ഥ കാണും. ഇത് കാണിക്കാണ്ട് കാര്യം ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പഴത്തേക്ക് അതിനകത്ത് നീ ഇതിനകത്ത് കയറിയത് കാണാത്തവരും കാണും, തൂറാത്തവരും തൂറും. അതും പറഞ്ഞ് നീ രാവിലെ ഇതിനകത്ത് തൂറോ? എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഗൈസ് നമ്മള് പിന്നെ വാഗമണിന് ശേഷം പുതിയൊരു വ്ളോഗുമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്നുള്ള മൂന്നാറാണ്. അപ്പൊ ജിൻഷ ഉണ്ട്, നമ്മുടെ സംഖ്യ ഉണ്ട്, പിന്നെ നമ്മുടെ അൽത്താഫ് ഉണ്ട്, പിന്നെ നമ്മുടെ വൈശാഖ് ഉണ്ട്. ഫുൾ ടീം മൊത്തമുണ്ട് ഗൈസ്. ഇന്ന് നമ്മൾ മൊത്തം ഇവിടെ എൻജോയ് പൊളിക്കാൻ പോകും ഗൈസ്. എന്താണ് സംഖ്യ എനിക്ക് പറയാള്? പൊളിമൂട്. പിന്നല്ല ഇൻഷാനോ എന്താണ് ജിൻഷാവ് വയ്യ കുഴഞ്ഞ് വാരി. സത്യം പറഞ്ഞാൽ ഇന്നലെ പാറമടയിലൊക്കെ പോയി പെട്ട് അവശനായി. ഇന്നാണ് രാവിലെയാണ് ഒന്ന് കുട്ടപ്പനായ ഗൈസ്. ഇത് കണ്ടോ എനിക്ക് മണിയിട്ട് ഗൈസ്. ഇവിടെ പാറയുടെ വെളിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ജസ്റ്റ് ഒന്ന് തെന്നിയതാണ്ടോ, സ്ലിപ്പായി ജസ്റ്റ് കാണാക്കുന്നത്. ഇന്നലെ മുറിഞ്ഞാണ് ഗൈസ്. മോന്തക്ക് ചെറിയൊരു പാടും കിട്ടി. നല്ല നീരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ജസ്റ്റ് ഒന്ന് ഓക്കെ ആയി വന്നേ ഉള്ളൂ ഗൈസ്. ഒന്നും പറയണ്ട, മുട്ടം പണിയാണ് കിട്ടിയത്. എന്നാൽ നമ്മൾ തരത്തില്ല. ഫുൾ പവറാണ് ഗൈസ്. അപ്പൊ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം ഞാൻ ഉള്ള ഗൈസ് പറയില്ല. അപ്പൊ നിങ്ങൾ എന്റെ സപ്പോർട്ടാണ് എന്റെ ഈ പവർ. അപ്പൊ അൽത്താഫ് എന്താണ് പറയാ? മൂന്നാർ വന്ന് നമ്മള് പൊളിക്കും. മൂന്നാറ് സെറ്റാണ്. അപ്പൊ ഗൈസ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത് പറക്കാട് റിസോർട്ടിലാണ്. അപ്പൊ പറക്കാട് റിസോർട്ടിലെ വിശേഷം കാര്യങ്ങളായിരിക്കും നിങ്ങൾ കാണാൻ പാടാ. അപ്പൊ നേരെ നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മൾ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് ഗൈസ്. അതാണ് ഇപ്പൊ നമ്മൾ എത്താറായി. ഏതാനും നിമിഷങ്ങൾക്ക് നമുക്ക് എത്തിച്ചേരുന്നതാണ് ഗൈസ്. ഇതാണ് പറക്കാട് റിസോർട്ട്. ആണ് ഫുൾ വൈബാണ് ഗൈസ്. ഫുൾ സത്യം പറഞ്ഞാൽ ലക്ഷറിയാണ്, പ്രീമിയമാണ്. പക്ഷേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇതിന് പ്രീമിയം, ബഡ്ജറ്റ് അങ്ങനെയാണ് നമ്മുടെ പറക്കാട് റിസോർട്ട്. ഗൈസ് നമ്മുടെ വണ്ടി പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ഇവിടെയാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം. വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നിട്ടുണ്ട്. വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിക്കാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. പകുതി കുടിച്ച് തീർന്ന് ഉമ്മാരെ കൂടെ കുടിക്കാൻ. എങ്ങനെയുണ്ടാ? അടിപൊളി സെറ്റല്ലേ? നല്ലൊരു ഓക്കെ. എന്തോ അവൻ അപ്പഴേ കുടിച്ച് തീർത്ത് വയറ്റിലാക്കി ഗൈസ്. അവനൊക്കെ എന്തെങ്കിലും കിട്ടിയാൽ അപ്പഴേ തീർക്കും. ഇന്ന് മിക്ക റിസോർട്ട് മൊത്തം തീർക്കുവേ. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഓക്കെ, പേരെന്താ? അനീഷാണ്. അപ്പോൾ നമുക്ക് ഫുൾ കാര്യങ്ങൾ ഇവിടെ വന്നപ്പോൾ ഫുൾ കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ എത്ര ആളുണ്ട് ഇവിടെ? ഉണ്ട് ഒരു മാസം കൊണ്ട്. എങ്ങനെയുണ്ട് ഇവിടെ? അടിപൊളിയാണോ? ഓക്കെ. നല്ല ഫുഡ് കഴിക്കാൻ വേണ്ടി, ലഞ്ച് കഴിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങോട്ട് വന്നേക്കാണ് മേളോട്ട്. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവനെ കൊണ്ടൊക്കെയാണ് പോകുന്നത്. ഇപ്പോൾ എന്താ തീർക്കൂടെ നീ ഫുഡ്? ഇന്നത്തെ ഫുഡ് എല്ലാവരും കൂടി കഴിച്ച് തീർക്കാനുള്ള ഇല്ലല്ലോ. ഇവിടെ വന്നതാണ്. അപ്പോൾ നമ്മളെ ഫോളോ ആയിട്ടുണ്ടോ ഇല്ലെന്ന് പറഞ്ഞ് വന്നതാണ്. ഫോളോ ആയിട്ട് മനസ്സിലായില്ല ഗൈസ്. ആയിട്ട് ഓടി വന്നത് ഗൈസ്. സത്യം പറഞ്ഞാൽ ഫോളോ ചെയ്ത് വെച്ചേക്കുവാണ്. എവിടെ സ്ഥലം? എവിടെ? കോഴിക്കോട് അല്ലേ? കോഴിക്കോട്. വീഡിയോസ് ഒക്കെ നോക്കണം കേട്ടാ. അപ്പോൾ ഓക്കെ. അപ്പോൾ നമ്മുടെ ഫോളോവറാണ് ചെക്കൻ. പേരെന്താ? ഫാദിക്കാണ്. അപ്പോൾ ഓക്കെ, കാണാട്ടോ പണി. ശരിടാ. ഫ്രൈഡ് റൈസ് അങ്ങനെ ഉണ്ട്, അടിപൊളിയല്ലേ? അപ്പോൾ ഗൈസ് ഇവനൊന്നും ഓർഡർ ചെയ്തില്ല ഗൈസ്. കാണാം ഇപ്പം രാവിലെ ഫുഡ് കഴിച്ചപ്പോൾ ഉച്ചയ്ക്കൊന്നും വേണ്ടതാണ് ഗൈസ് പറയുന്നത്. അവൻ വളരെ ലൈറ്റായിട്ട് ഗൈസ് കഴിക്കത്തുള്ളൂ. അതുകൊണ്ട് അവന് ഫുഡ് വേണ്ട. ഇനിയിപ്പോൾ രാത്രി മതിയെന്ന് പറഞ്ഞു. ലൈവ് മാത്രമേ കുടിച്ചിട്ടുള്ളൂ ഗൈസ്. ബിരിയാണി അടിപൊളിയായിട്ടുണ്ട്. ഇവിടുത്തെ ഫുഡ് കാര്യങ്ങളൊന്നും പറയാതിരിക്കാൻ വയ്യ. എല്ലാം ഒന്നിനൊന്നിനും മെച്ചമാണ്. നിമാരൊക്കെ അഭിപ്രായം എന്താടാ? എല്ലാം അടിപൊളിയല്ലയോ? സെറ്റല്ലയോ? ഓക്കെ. അപ്പോൾ ഗൈസ് നമുക്ക് ബ്രൗണി വിത്ത് ഐസ്ക്രീം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം ഗൈസ് എങ്ങനെ ഉണ്ടെന്ന്. കൊള്ളാം ഗൈസ്, അടിപൊളിയാണ്. ചോക്ലേറ്റിൻ്റെ ഫ്ലേവറൊക്കെ ഒന്നും പറയാല്ല, അടിപൊളി, രക്ഷയില്ല. അപ്പോൾ ഗൈസ് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് അടിപൊളിയായി സെറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇനി നേരെ റൂമിലോട്ട് പോകണം ഗൈസ്. ഇപ്പം എങ്ങനെയുണ്ടായിരുന്നു ഫുഡൊക്കെ? എല്ലാം അടിപൊളിയല്ലേ? എല്ലാവരും വയറൊക്കെ നിറച്ച് ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ റൂമിലോട്ട് പോകണം. അപ്പോൾ നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ റൂം ഏതാ? ഇതാണോ? 4003 ഗൈസ്. ഇടാ കാർഡുണ്ട്, കാർഡ് സ്കാൻ ചെയ്താലേ പോകാം. സ്കാൻ ചെയ്താൽ ഓപ്പൺ ആവും. പറഞ്ഞു ഗൈസ്. ഇതാണ് നമ്മുടെ റൂം. ജസ്റ്റ് ലൈറ്റ്. ഇതാണ് നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ വരുന്നത്. എങ്ങനെയുണ്ടോ റൂം കണ്ടിട്ട്? വാ കേറുവാടാ പിള്ളേരെ, കേറി വാ. സ്വർഗം മാമ, സ്വർഗം മോനെ. പൊന്നു മക്കളെ, എന്താടാ ഇങ്ങനെ? എങ്ങുണ്ടോ റൂമിൽ മെത്തേ കിടന്നിട്ട്? എങ്ങനെ ഉണ്ടോ? നല്ല സുഖം ഉണ്ടോ? നല്ലപോലെ കിടക്ക. നമ്മൾ റൂമിൽ കയറിയിട്ട് ഇപ്പൊ 1.5 മണിക്കൂറായി. പക്ഷെ ഉമ്മാരെ കണ്ട
എന്തുവാ അൽത്താഫേ ബാ ഒരു മൂന്നാർ വരെ വന്നിട്ട് ഇങ്ങോട്ട് എന്നിട്ട് വന്നാൽ നിനക്ക് എന്താ സംഗീതേ ബാ നമുക്ക് ട്രക്കിങ്ങും കാര്യങ്ങളും ആക്ടിവിറ്റീസും ഒക്കെ ഉണ്ട് ഗൈസ് അപ്പം അതിനൊക്കെ പോകണം ഉമ്മാരൊന്നും എന്നിട്ട് വരുന്നില്ല ഗൈസ് ഉറങ്ങട്ടാന്ന് നിനക്ക് ഉറങ്ങണോ പോലോ എന്താടാ വരാ ബാ എഴുന്നേറ്റ് വാ അപ്പൊ ഗൈസ് വേർത്തന്നാണ്ട് ഇവിടെ നിന്ന് ഫോണിൽ കളിക്കും ബാടാ നമുക്ക് ട്രക്കിങ്ങിന് പോകണം ബാ ഒറ്റ മൈൻഡ് പോവാ ഈ വേറെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഗൈസ് ഞാൻ എന്തേ നോക്കട്ടെ കട്ടൻ്റെ അടി വല്ല ഒളിച്ചിരിപ്പുണ്ടോ കാണുന്നില്ലല്ലോ ആ അതാണ്ട് എടുത്തിരിക്കുന്നത് ഗൈസ് അവൻ ഇവിടെ പ്രകൃതി ആസ്വദിക്കാൻ തോന്നുന്നു അതാണ്ടിരിക്കുന്നത് ഗൈസ് അവൻ നാണ്ട് ഇവിടെ നിന്ന് പ്രകൃതി ആസ്വദിക്കാണ് നീ എന്തോ ഇവിടെ ഇരിക്കുന്നത് ബാ നമുക്ക് പോവാം എടാ ബാ പിള്ളേരൊക്കെ എഴുന്നേറ്റ് വന്നു ബാ ട്രക്കിങ്ങിന് പോവാം. ട്രക്കിങ്ങിന് അപ്പൊ നമുക്ക് ട്രക്കിങ്ങിന് പോവാം ഗൈസ് അപ്പൊ ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ വന്ന് കിടക്കുവാന്ന് പറയുന്നത് ഇതുണ്ടോ പക്കാ വ്യൂ ആണ് ഗൈസ് ഇവിടെ റൂമിൽ നോക്കുമ്പം നമുക്ക് വേണ്ടി ജീപ്പിങ് അവിടെ വെയിറ്റിംഗ് ആണ് നമുക്ക് വേണ്ടി അവിടെ ജീപ്പ് വെയിറ്റിംഗ് ആണ് കമോൺ എവരിബഡി ബാ കമോൺ സംഗീത മോനെ ബാടെ പോവാം വൈശാ മോനെ പിന്നെ പിള്ളേർക്ക് അനുസരിക്കും എങ്ങോട്ട് വാ ഒറ്റ മൈൻഡ് ബാ പോവാം അപ്പൊ ഗൈസ് നമ്മൾ നേരെ ട്രക്കിങ്ങിന് പോകണം ഗൈസ് റൂമിൽ നിന്ന് കാർഡ് സംഗീതം ഊരിയിട്ടുണ്ട് ഓക്കെ ബൈ കമോൺ ഗൈസ് അപ്പൊ ഗൈസ് നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചു മക്കൾക്കൊക്കെ ഉള്ളതാണ് കിടിലൊരു പൂൾ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ അവർക്ക് കളിക്കാൻ പറ്റിയ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് പിന്നെ അതേപോലെ ആണ്ട് അവിടെ ഉണ്ട് അല്ലേ ബാ നമുക്ക് അങ്ങോട്ട് പോവാം ബാ തുമ്പിക്കൈയുള്ള ആന തുമ്പിക്കൈ ആന ബാ കമോൺ അപ്പൊ ഗായ്സ് നമുക്ക് അങ്ങോട്ട് പോവാം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കാണാം ഗായ്സ് അടിപൊളി സെറ്റ് ചെയ്ത് വെച്ചപ്പോണ്ട് ഇവിടുന്ന് കണ്ടാൽ നോക്കിയാൽ വ്യൂ ഒക്കെ അടിപൊളിയാണ് ഫുള്ളല്ല ഇവിടെ വന്ന് സെറ്റ് ആണെങ്കിൽ ചോദിക്കണ്ട ഫുൾ പവറാണ് തൊടുമ്പോ കറണ്ട് അടിക്കും അത് നിങ്ങൾ ശ്രദ്ധിക്കുക വരുമ്പോ നമ്മുടെ കുട്ടികൾക്കുള്ള പാർക്കാണ് വൈശാനെ കയറ്റി ആട്ടുവാണ് ഗായ്സ് വൈശാഖ് പേടിച്ച് ഊരിപ്പോവുകയാണ് എനിക്ക് എന്റെ അമ്മയെ കാണാം വൈശാഖ മോനെ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് 4 വാക്ക് പറയാ അടുത്ത നമ്മുടെ ചെറുകുട്ടി ജിൻഷാദ് കയറിയിട്ടുണ്ട് എടാ ഊരി പോവേ ഊനാലി ഊരി ആകാശത്ത് പോവേ ഉമാരെ അലമ്പ് കാണിക്കല്ലേ ഇവിടെ വന്നിട്ട് അപ്പൊ ഗായ്സ് നമ്മുടെ ജീപ്പ് വന്നോണ്ടിരിക്കുകയാണ് നമുക്ക് കുറച്ച് ട്രക്കിങ്ങിന് പോയിട്ട് എക്സ്പീരിയൻസ് ചോദിക്കാം എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് പോയിട്ട് അടിപൊളിയാണോ എങ്ങനെയുണ്ട് ഏട്ടാ എക്സ്പീരിയൻസ് അടിപൊളിയല്ലേ സെറ്റല്ലേ വൈബല്ലേ അടിപൊളി സെറ്റല്ലേ ഓക്കെ അറിയോ ജി മുമ്പ് കണ്ടിട്ടുണ്ടോ ഇല്ല നോക്കിയായി ഇൻഫ്ലുവൻസർ ആട്ടോ ഓക്കെ യൂട്യൂബർ എല്ലാം ഉണ്ട് ഓക്കെ ശരി എന്നാ ഓക്കെ എവിടെ നിങ്ങളെ സ്ഥലം എവിടാ തൃശ്ശൂർ ഓക്കെ കാണാം ശരി എന്നാ ഓക്കെ കേറി നമ്മളങ്ങനെ ജീപ്പിൽ കയറിയിരിക്കാണ് എങ്ങനെയുണ്ട് അപ്പൊ ഗായ്സ് ഇവിടെ കുറെ സ്പോട്ടും കാര്യങ്ങളും ഉണ്ട് അതൊക്കെ കാണാൻ നമ്മൾ പോകുന്നത് ഭയങ്കര മരണം മാസ് ഡ്രൈവിംഗ് ആണ് ഒടുവിൽ നമ്മൾ എത്തിയിരിക്കുന്നു എങ്ങനെ ഉണ്ടായിരുന്നടാ കൊടല് മറിഞ്ഞോടാ അസ്ലമേ എങ്ങനെ ഉണ്ടായിരുന്നു കൊടലുണ്ടോ എന്റെ പൊന്നു മക്കളെ എക്സ്പീരിയൻസ് ഒരു രക്ഷയില്ല നിങ്ങള് ലൈഫിൽ ഒരു വട്ടമെങ്കിലും ഇവിടെ നമ്മുടെ പറക്കാട് റിസോർട്ട് വരുവാണെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യണേ അത്രയ്ക്ക് അടിപൊളിയാണ് അത്രയ്ക്ക് സെറ്റാണ് ഗായ്സ് ആ കണ്ണീരൊന്ന് തുടച്ചിട്ട് പറ അവൻ പേടിച്ചു മോനെ പക്ഷെ അവൻ പേടിക്കത്തൊന്നുമില്ല അവൻ പ്രോ ഡ്രൈവറാ ഗായ്സ് ഇറങ്ങി കഴിഞ്ഞാൽ സജിച്ചേട്ടനൊക്കെ മാറിയിരിക്കും ചിലപ്പോ കേട്ടോ നമ്മുടെ സജിച്ചേട്ടൻ പറഞ്ഞോ ഓക്കെ അപ്പൊ ഗൈസ് ഇവിടെ ഗുഹ പോലെ സംഭവം ഇതാണ് ഗേവ് അപ്പൊ നമുക്ക് ഗേവിനകത്തോട്ട് കയറാം അപ്പൊ നമ്മള് നേരെ ഗുഹയ്ക്കകത്തോട്ട് കയറാൻ പോകാം ഗൈസ് കമോൺ സെറ്റ് അപ്പൊ ഗൈസ് കേറി ചെല്ലുമ്പോ നേരാണ്ട അപ്പൊ ഗൈസ് നമ്മളകത്തോട്ട് പോവാണ് അല്ല പുലി വല്ലതും കാണൂടെ ഇവിടെ കടുവ കടിക്കൂ അപ്പൊ മക്കളെ ഇവിടെ വന്ന് കടക്കുവാണ് ഏട്ടാ നിങ്ങൾ വ്യൂ കണ്ടില്ല ഏട്ടാ എന്റെ പൊന്നു മക്കളെ സംഗീതാണ്ട് സ്വിമ്മിംഗ് പൂളൊക്കെ കയറാൻ പോടും ഗൈസ് എന്റെ പൊന്നെ ഇതിനകത്തൊന്ന് കയറി ചാടല്ലേ സംഭവം എന്തോ നോക്കാൻ മതി ചൂടുവെള്ളം എല്ലാ വെള്ളം ഉണ്ട് ഓഫാക്ക് മതി എല്ലാ വെള്ളവും കിട്ടും ചൂടായാലും പേടിക്കണ്ട തണുപ്പ് പാറക്കകത്തായോണ്ട് സെറ്റാണ് വീട്ടിലെ ഒരു വൈബാണ് ആണ് ഇവിടെ അടുത്താണ് മലന്ന് ഇറക്കുന്നത് ഗൈസ് ഇവിടെ നോക്കിയാൽ വേണ്ട ഒരു ഫോറസ്റ്റ് ഏരിയ മാതിരിയാണ്ട ഇവിടുത്തെ വ്യൂ അടിപൊളിയാണ് ഗൈസ് ഇങ്ങോട്ട് വന്നാൽ നമുക്ക് അടിപൊളിയാണ് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാണ്ട സംഗീതൊക്കെ കയറിയിരിക്കുന്നു സംഗീത ഫോട്ടോ കയറി പോസ് ചെയ്തേ
അടിപൊളി വൈബാണ് ഗൈസ്. എല്ലാരും ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും ഇവിടെ വരണം. നമ്മളെ എപ്പോട്ട് കയറുകയാണ് ഗൈസ്. ഇവിടെ എന്താന്ന് നോക്കട്ടെ. എന്റെ മോനെ ഗൈസ് വല. ഈ വലക്കാരോട് നമ്മൾ നടക്കണം ഗൈസ്. സംഖ്യയാണ് ഫസ്റ്റ് പോകുന്നു പറഞ്ഞാണ് പോകുന്നു ഗൈസ്. അങ്ങനെ പോവില്ലോ നോക്കാം. പേടിയുണ്ടോടാ? കേരള വെയിറ്റ് കൂടുതലാണ്. എന്തോ പേടിയാവുന്നുണ്ടോ സംഗീതേ? ഇതങ്ങ് ഒന്നും അല്ലെന്ന് പറയുന്ന. പേടിയുണ്ടാ? ഇല്ലില്ല. സംഗീത എങ്ങനെ ഉണ്ടാ? കൊള്ളാം, പൊളി വൈബ്. സൂക്ഷിച്ച് കണ്ടൊക്കെ നടക്കുക. അപ്പൊ ഗായ്സ് സംഗീതം അങ്ങനെ നടന്നാണ്ട് എന്റെ എത്തിയിരിക്കുകയാണ് ഗായ്സ്. പറഞ്ഞ ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് തന്നെയാണ്. പക്ഷേ താഴെ നിന്ന് വീഴുന്നു ചാവത്തൊന്നുമില്ല, അതുകൊണ്ട് മേടിക്കണം. എല്ലാവരും നിങ്ങളെ വീഡിയോ എല്ലാവരും കാണുന്നതായിരിക്കും. നമ്മൾ ഫുട്ടേജ് അവിടെ നോക്കി കഴിഞ്ഞാൽ ചരിച്ച് വെക്കരുത്, നേരെ വെക്കരുത്, ചരിച്ച് കാണാൻ പറ്റും എല്ലാവരും. അല്ലാതുണ്ടെങ്കിൽ നമ്മൾ സ്ലിപ്പാവും. താഴെ ഇങ്ങനെ പ്ലക്കാന്ന് പറഞ്ഞിങ്ങനെ കിടക്കും. പിന്നെ വേറൊരു കാര്യം, ഹാർട്ടിന് പ്രോബ്ലം ഉള്ളവരും അല്ലാതെ വേറെ എന്തെങ്കിലും മനോധൈര്യ കുറവുള്ളവരും കയറരുത്. വൈശാഖ് പേടിച്ചിരിക്കണം അൽത്താഫിന്റെ കുലുക്കം കണ്ടിട്ട്. വൈശാഖ് മോനെ അവരവിടെ ഇരുന്നടാ, അവരവിടെ ഇരുന്ന്. വൈശാഖ് പേടിച്ചവിടെ ഇരുന്ന് അടങ്ങണോ? എടാ മോനെ വൈശാഖ് പേടിച്ച് ഗായ്സ്. അപ്പൊ ഗായ്സ് നമ്മുടെ അടുത്ത ആക്ടിവിറ്റി വന്നേക്കാണ് റോപ്പ് സൈക്ലിംഗ് ആണ്. നമ്മുടെ വൈശാഖാണ് കയറുന്നത് ഗായ്സ്. പേടിയുണ്ടോടാ? ഒട്ടും പേടിയില്ല ഗായ്സ്. ധൈര്യശാലിയാണ്. മോൻ ഇങ്ങോട്ട് കാണിച്ചിട്ട് പറഞ്ഞു. പിന്നെന്തോ എന്നാ ശരി, പോയിട്ട് വാ നീ പോയിട്ട് വാ. സൂം ചെയ്യടാ. ചക്കായി കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. അവിടെ ഇരുന്നോ. 1 മണിക്കൂർ കഴിയും റെഡി ആണോ? എന്താ ചെയ്യും? നാളെ രാവിലെ ഇറങ്ങിയാൽ മതി. എന്നാ ചാടിക്കോ. ജീം ബൂംബ. What is your name? Dana. Place? Japan. ജപ്പാന്റെ ജെ എന്ന് പറഞ്ഞിട്ട് ഒരു ഈടെ ഒന്നുകൂടെ ഈ വൺസ് മോർ എം അത്ര മതി ഫസ്റ്റ്. എന്താ നിങ്ങളുടെ പേര്? മൈ നെയിം ഈസ് അസ്ലം. മൈ ചാനൽ നെയിം ഈസ് ജീം ബൂംബ. വൺസ് മോർ ജീം ബൂംബ. ഡയാന ഫ്രം ജപ്പാൻ. അപ്പൊ ഗൈസ് നമ്മളെ ജപ്പാൻകാരിയാണ്. ഹായ്. നമ്മുടെ അൽത്താഫാണ് കയറുന്നത്. അൽത്താഫേ പേടിയൊന്നുമില്ല ഗൈസ്. ഏത് എങ്ങനെ ഇങ്ങനെ ഇടാനാ? ഇങ്ങനെ ഇടാനാ? വാക്കിന്ന് പിടിച്ച് ഗൈസ്. അപ്പൊ ഗൈസ് അടുത്ത നമ്മൾ കയറാൻ പോണ റോപ്പ് സൈക്കിളിലാണ്. അപ്പൊ നമുക്ക് കയറാം. വാ കമോൺ. ഹെൽമെറ്റ് ഒക്കെ ഉണ്ടോ? സേഫ്റ്റി അല്ലേ? ഫുൾ സേഫ്റ്റി. ഓക്കെ ഹെൽമെറ്റ് ഇട്ടോ. പോവാണ് ഗൈസ്. പോട്ടെ. പോയിട്ട് തിരിച്ചു വരണേ. പോയിട്ട് തിരിച്ചു വരും. എങ്ങോട്ട് പോകുന്നു? രാമുവിന്റെ സൈക്കിളാ, രാമുവിന്റെ കാലത്തെ. കുഴപ്പമില്ല, പോന്നെങ്കിൽ പോട്ടെ. വണ്ടി പോട്ടെ. ഓക്കെ ഒരു പേടിയില്ല. അപ്പൊ അടുത്ത നമ്മുടെ സംഘക്കൂട്ടനാണ് നാട്ടിൽ ഇറങ്ങി. കാട്ടിൽ ആന ഇന്ന് നമ്മളിവിടെ മൂന്നാർ ഇറക്കിയിരിക്കുകയാണ്. ഒറ്റക്കൊമ്പ ഇറക്കിയിരിക്കുകയാണ്. സൈക്കിൾ ഒടിയോ ഇല്ലയോ? ഞങ്ങൾ ചിന്നക്കനാലി മാത്രമല്ല ഇറക്കുന്നത്, ചക്കക്കൊമ്പൻ. അയ്യോ, നമ്മളെ പറക്കാട് റിസോർട്ടിൽ ഇറങ്ങി. തിരിച്ചു വരണേ, എനിക്ക് വേണം രാത്രി. എന്തിനാ വിട പറയുകയാ. നമ്മുടെ റൂമിൽ കിടത്തരുത് കേട്ടോ. ഹെൽമെറ്റ് തലേ കയറി നോക്കട്ടെ. കുറുമ്പുള്ള ഇറക്കല കാണുന്നതിരിക്കാനല്ല. അതാണ്ട് രാത്രി ഇവന് ഇങ്ങനല്ല, ഇവന് സംസാരം എന്തുണ്ടടാ. ഹെൽമെറ്റ് ചേരാത്തോണ്ട് ഹെൽമെറ്റ് വെച്ചിട്ടില്ല ഗായ്സ്. ഹെൽമെറ്റ് വെക്കാണ് ചെക്കൻ പോകുന്നത്. ഫുൾ സേഫ്റ്റി വേണ്ടിയാ.
ഓക്കെ ഓക്കെ പോയതുപോലെ തിരിച്ചു വന്നിരിക്കുകയാണ് ഗായ്സ്. രണ്ടാമത്തായിട്ടാണ് ഈ ചെറുക്കൻ കയറുന്നത് ഗായ്സ്. ആർക്കാണ് വെമ്പിളാർക്ക് ഇല്ല അയച്ചു കൊടുക്കാനെന്ന് പറഞ്ഞ് കയറിയത് കള്ള കബൂർ. അപ്പൊ ഗായ്സ് ഒരു 1.5 ഐറ്റം ഇങ്ങോട്ട് വന്നപ്പോ കണ്ടിട്ടുണ്ട്. ഇതെന്താണ്? ഞാൻ കേട്ടെ. അപ്പൊ ഗായ്സ് നമ്മുടെ കൊലക്കൊമ്പന്റെ കൂടാണ് ഗായ്സ് കയറുന്നത്. ഇതിനകത്താണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. ഇന്ന് രാജകീയം ഗായ്സ്. തട്ടല് അയ്യോ ഉമ്മാരെല്ലാം കൂടി കൊല്ലു ഗായ്സ്. അയ്യോ ചുമ്മാ ഇരിക്കണേ. ഉമ്മാരൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആസിഡ് അസാടാക്കും. അതുമാതിരിയുള്ള കരിയടി സലാഡോ ആസിഡോ ഒക്കെ ആക്കും ഉമ്മാര് ഗായ്സ്. വിശ്വസിക്കാക്കത്തില്ല ഗായ്സ്. കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ ഉമ്മാരെന്നെ തട്ടും. എന്താണ് വലിയ വേറെ വണ്ടിക്ക് കാലി ഞാൻ കേറട്ടെ. തെണ്ടികള്. മോസ്റ്റ് ഡേഞ്ചറസ് ആനിമൽ ഇൻ ദി വേൾഡ്. മോസ്റ്റ് ഡേഞ്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം മോസ്റ്റ് ഡേഞ്ചർ ആണെന്ന്, അല്ലാതെ ഇത് ഒറിജിനൽ ആനയെന്നല്ല പറയുന്നത്. ആന ഡേഞ്ചർ ആണ് ഉറപ്പായിട്ടും. ആന ഇടഞ്ഞു കഴിഞ്ഞാൽ ആന കൊല്ലും പോലെ. തുറന്നു നോക്ക്. എനിക്ക് പേടിയാണ്. ഞാൻ തുറക്കത്തില്ല. എനിക്ക് പേടിയാ. മോസ്റ്റ് ഡേഞ്ചറസ് ഇൻ ദ ആനിമൽ. ഹേ ലവ് ബേർഡ്സ്, ഹായ്. മുട്ടയിടാൻ കയറിയതാണ് നമുക്ക് ഗായ്സ്. കൊറേണ കൂട്ടിലാണ്. ഇങ്ങോട്ട് വന്നാ ഓ എന്റെ മോനെ അണ്ട വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് ഗായ്സ്. അടിപൊളി മീൻസ് ഒരു വെള്ളച്ചാട്ടം നിങ്ങൾക്ക് ഇവിടെ വന്നാൽ കാണാം ഗായ്സ്. പൈസ ഇങ്ങോട്ട് പിടിച്ചോ ഷോട്ട്. പിള്ളേരൊക്കെ കാണട്ടെ നമ്മളെ ഫോളോവേഴ്സൊക്കെ. സംഗുമാനെ പെടാ എന്തുവാടാ മേപ്പോട്ട് എന്തോന്ന് പോയി നോക്കാം ഗായ്സ്. ഇപ്പൊ വീണേനെ തെന്നിപ്പോയി ഗായ്സ്. ഒന്നാമത് ഇവിടെ ഒരു പാട് കിടപ്പം. ഇപ്പൊ അടുത്ത പാട് കൂടി പായനെ. ഇതെവിടാന്ന് മനസ്സിലായ നമ്മുടെ ഗുഹ. അപ്പൊ ഗായ്സ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അപ്പൊ കുട്ടികൾക്കൊക്കെ അടിച്ചു പൊളിക്കാൻ പറ്റിയ അടിപൊളി പാർക്കിംഗ് തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സംഘേ ഇങ്ങനുണ്ട്. കൊള്ളാം. അഴുക്കാവുക ഇതിനകത്ത് നിലയും കഴിഞ്ഞാ. ആരാ ഇത്? മുത്തുമണിയെ മാവയ്ക്ക് ഉറക്കം വരുന്നോ? ഗായ്സ് അവിടെ ചാടിയാണ് ഗായ്സ്. ഈ അവസ്ഥയായി. വെള്ളപ്പാനിന്റെ അവസ്ഥ കാണും നിങ്ങൾ ഗായ്സ്. ഇതിനകത്ത് കയറിയിട്ട് മേപ്പാട് ഇങ്ങോട്ട് ഇറങ്ങി ഗായ്സ്. കാല് സ്ലിപ്പായി പണിയായി. എന്ത് ചെയ്യാൻ, എന്തൊരവസ്ഥയാ. അപ്പോൾ ഗായ്സ് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും കഴിക്കാൻ വേണ്ടി വന്ന് ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ചെയ്യണം. അവിടെ അൽത്താവൊക്കെ പറക്കിയൊക്കെ എന്തോ എടുക്കുന്നുണ്ട്. എന്തുകൂടെ എടുക്കുന്നത്? ഭൂരിയാണ് എടുക്കുന്നത്. എനിക്കൂടെ എടുക്കണ ഒരു പ്ലേറ്റ് ഇമാരൊക്കെ. ഞാൻ ബ്ലോഗ് ചെയ്യില്ല ഇവിടെ. അടുത്ത വൈശ ഇവിടെ എന്തോ പറക്കി എടുക്കുന്നുണ്ട്. ചിക്കൻ കറി എടുക്കും. ഓക്കെ. എടുക്കുന്ന ഭൂരിയുടെ കൂടെ ഉഴുന്നുവടയാണ് ഗൈസ്. ഉഴുന്നുവട. വൈശാഖ് എന്തൊക്കെയാണോ മോനെ പറക്കിയത്? ഞാൻ വട, ഇഡലി, ദോശ, നൂഡിൽസ്, നൂഡിൽസ്, ചിക്കൻ. ഇത്രേ ഉള്ളു. ഇത്രയും മതി. ലൈറ്റ് ആയിട്ടാ കഴിക്കൂ. കുറച്ചുകൂടെ പെട്ടെന്ന്. ഒരു 3 ബോരി, 2 ഉഴുന്നുവട, ഒരു സുഗിൻ, ഒരു ഏത്തക്കപ്പം. സുഗിനും ഇല്ലല്ലോ. പെട്ടെന്ന് എടുക്ക്. നമുക്ക് പാലെടുക്കാം. പാലെടുത്ത് നമ്മൾ ചോക്കോസിനകത്ത് മിക്സ് ചെയ്യാൻ പോണ് ഗൈസ്. അതേപോലെ ഗൈസ് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ വരുന്ന ബൊഫേ ആണ്. അത് അൺലിമിറ്റഡ് ആണ്. അത് 100+ ഓഫ് വെറൈറ്റി ഐറ്റംസ് ആണ് നമുക്ക് കഴിക്കുന്നത്. എത്ര വേണേ കല്ലുകളത്താവേ. അൺലിമിറ്റഡ് ഫുഡ്. സംഗീത ഫുഡ് എങ്ങനെ അൺലിമിറ്റഡ് ഇല്ലയോ? അൺലിമിറ്റഡ്. സംഗീന് എന്താണ് വേണ്ട? എന്തോ ചൂട് പാല് കുടിക്കും പാവം. എന്ത് ഓർഡർ ഇടുന്ന ഇവിടെ? അപ്പൊ ഗൈസ് നമ്മള് നേരെ പൂളിലോട്ട് വന്നേക്കാണ് ഗൈസ്.
അവന്മാരിപ്പോ വരും. അവന്മാര് വന്നിട്ടാണ് ബാക്കി. കൊലക്കളി അവിടെ കൊലക്കളി. അപ്പൊ പെപ്സിയൊക്കെയാണ് ഓടിക്കുന്നത്. പെപ്സി വെള്ളത്തിൽ പോയി പെപ്സി എക്സ്ക്ലൂസീവ് ഷോട്ട്സ് ആണ് ഗായ്സ്. ഒരു പെപ്സിക്ക് വേണ്ടി അടി ഉണ്ടാക്കുന്നതാണ്. ആര് കുടിക്കും പെപ്സി? ആരുടെ കയ്യിൽ കിട്ടും പെപ്സി? പെപ്സി അറിയണോ കൊട്ടാ? ഓക്കെ കൊട്ടാ ഐഷേ പെപ്സി കൈമാറാ. ഐഷേ എറി Come on. Bye. തങ്ങനെ വെള്ളത്തിൽ വന്ന് guys. പെപ്സി കളിയാണ് ഇവിടെ കളിക്കുന്നത്. പെപ്സി കളി ആകാംക്ഷയുടെ മുൾമനാണ് guys കളിക്കുന്നത്. ആര് പെപ്സി കുടിക്കും? ആർക്ക് സ്വന്തമാക്കും? അൽത്താളം നിറഞ്ഞ കോഴികളെ കൂട്ടി കയറിയിരിക്കുകയാണ് guys. അവസാനം പെപ്സി അങ്ങനെ നമ്മൾ പൊട്ടിക്കാൻ പോവാണ് guys. അപ്പൊ guys നമ്മൾ അടുത്ത റൂമിലോട്ട് വന്നതാണ്. ഈ റൂമിന്റെ പ്രത്യേകത എന്താന്ന് നോക്കി ഞാൻ അറിയാണ്ട വീട്ടിലെ വ്യൂ ആണ്. അപ്പൊ ഈ റൂമിന്റെ പേരെന്താ നിങ്ങൾ ആലോചിക്കും? എന്താണ് പേര്? 180 ഡിഗ്രി കോർണർ ക്ലബ് സ്യൂട്ട്. ഇതിനകത്ത് നിന്ന് തന്നെ നമുക്ക് വ്യൂ മൊത്തത്തിൽ ആസ്വദിക്കും. ഇത് കണ്ടില്ലേ, വിൻഡോ ഒക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ ഇതാണ് ഗായ്സ് അവസ്ഥ. താഴ്വര ഇവിടെ നോക്കിയാണ്ടാ. അപ്പൊ ഗായ്സ് നമുക്കിനി അടുത്ത റൂമിലോട്ട് പോകും ഗായ്സ്. അടുത്ത റൂം നമുക്ക് നോക്കാം. ഇവിടെ ഫുള്ള് ലക്ഷറി പ്രീമിയം റൂംസ് ആണ് ഗായ്സ്. നമ്മുടെ സജി ചേട്ടൻ ഉണ്ട് ഗായ്സ്. ഇന്നലെ നമ്മളെ കൊണ്ടുപോയി ട്രക്കിങ്ങിനുണ്ട്. ചേട്ടാ കൊടുത്തോ? ഓക്കെ ബാ കമോൺ. ഇതൊക്കെ പറഞ്ഞു. അപ്പൊ ഗായ്സ് നമ്മൾ അടുത്ത റൂമിലോട്ട് പോവാണ് ഗായ്സ്. കമോൺ. ഡബിൾ ബെഡ്റൂം പൂൾ വില്ലയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ കാഴ്ചകൾ കാണാം ഗായ്സ്. ഇവിടെ ഇങ്ങോട്ട് വന്നതിനെ കാണാം ഗായ്സ്. ഒരു 4 കസേരനെ എടുത്തിട്ടുണ്ട് ഗായ്സ്. എന്തിനാണ് 4 കസേര? 4 പേർക്ക് ഇരിക്കാൻ. 4 പേർക്ക് ഇരിക്കാം. നമ്മള് 5 പേരില്ല, എന്നിട്ട് 4 കസേര തന്നു. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തോളൂ. വാ കമോൺ. അപ്പൊ ഗായ്സ് ഇങ്ങോട്ട് വന്നാൽ നമ്മുടെ ബാത്റൂമാണ് ഗായ്സ്. ടോയ്ലറ്റ് ഇതാണ് നമ്മുടെ ടോയ്ലറ്റ്. പൂള് തന്നെ ഒരുക്കി മോനെ, ഇതാണ് പൂൾ. അപ്പൊ ഗായ്സ് ഇതാണ് നമ്മുടെ പൂൾ. ഇതിനാണ് ഡബിൾ ബെഡ്റൂം പൂൾ വില്ല. ഒരു സ്വർണ്ണ കടല് തന്നെ വന്ന് പറയാം അല്ലേ? അതെ സ്വർണ്ണ കടലെന്ന് പറയാം. പൈപ്പ് സംഗീത കൂട്ടി തന്നെ മൊത്തം സ്വർണ്ണത്തിലാണ് താലിച്ചേക്കുന്നത്. ബാത്റൂമും സ്വർണ്ണത്തിലാണ് ഗായ്സ് പൂശിയിരിക്കുന്നത്. മൊത്തം ഇവിടെ മിററാണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താ കാണുമ്പോൾ തന്നെ നല്ലൊരു ആംബിയൻസ് ആണ്. പൂളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അടുത്ത നമ്മുടെ ബെഡ്റൂം ഇതാണ് ഗായ്സ്. ഈ റൂമിന്റെ ആംബിയൻസ് ഒന്നും പറയാല്ല, അടിപൊളിയാണ്. ലൈഫിൽ ഒരു വട്ടമെങ്കിലും നമ്മൾ ഇതൊക്കെ വന്ന് ആസ്വദിക്കണം. ആസ്വദിച്ചില്ലേ പിന്നെ എന്തിനാണ് ജീവിക്കുന്നത് അല്ലയോ? ഉറപ്പായിട്ടും എൻജോയ് ചെയ്യുക, മരിക്കുക, യാത്ര ചെയ്യുക. യാത്രകൾ നിങ്ങളെ അനുഭവങ്ങളെ മാറ്റിമറിക്കും. ഓക്കെ. അപ്പൊ ഗായ്സ് നെക്സ്റ്റ് റൂമിലോട്ട് വന്നേക്കുവാണ്. ഇതെന്താ സംഭവം അറിയാവോ? നിങ്ങളൊക്കെ ഹണിമൂൺ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വരിക. കാരണം ഇതാണ് ഹണിമൂൺ സ്യൂട്ട് റൂം. അപ്പൊ ഗായ്സ് നിങ്ങൾ ഹണിമൂൺ വരുവാണെങ്കിൽ മസ്റ്റായിട്ട് ഇവിടെ വരിക. ഇതൊക്കെയാണ് ഗായ്സ് ലൈഫ്. ഇപ്പൊ കല്യാണം കഴിഞ്ഞ യുവാക്കളുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾ മസ്റ്റായിട്ട് ഇവിടെ വരിക. അൽത്താവേ ശരിയല്ല ഗൈസ്, ഇപ്പൊ ശരിയല്ല. ഇവനിപ്പോ ഹണിമൂണായി ഗൈസ്. മൂന്നായി നിൽക്കുക. അപ്പൊ ഗൈസ് അമ്മ നോക്കാം. ഓൾറെഡി നമ്മള് കുളിച്ച് ഗൈസ്. അതുകൊണ്ട് ഇനിയിപ്പോ 3ാമത്തെ കുളിയൊന്നും കുളിക്കാൻ വയ്യ ഗൈസ്. രാവിലെ ഒന്ന് കുളിച്ച് ഉച്ചയ്ക്കൊന്നും കുളിച്ച് ഗൈസ്. ഇനിയിപ്പോ വൈകിട്ടായി ഗൈസ്. ഇനിയിപ്പോ രാത്രി കുളിക്കാം. കുളിച്ചിട്ട് 10 ദിവസമായി. 6 മാസമായി ഗൈസ്. കൊടുക്കാൻ പറ്റും. അപ്പൊ ഗൈസ് ഇവിടുന്ന് വ്യൂ നോക്കിക്കാനാ ഞങ്ങൾക്ക് അറിയാം. അടിപൊളി വ്യൂ ആണ് ഗൈസ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സംഗീത ഹണിമൂൺ പോകാൻ പ്ലാൻ ഉണ്ടോ? ഉണ്ടോ? ഹണിമൂൺ പോകാൻ പ്ലാൻ ഉണ്ട്. 7 വർഷം കഴിഞ്ഞ് പ്ലാൻ ഉണ്ടെന്ന് ഗൈസ്. അപ്പൊ ആരെങ്കിലും നല്ല പെമ്പിളാണ്ടെങ്കിൽ ബന്ധപ്പെടുക.
നമ്മുടെ ഒറ്റയാനയ്ക്ക് പറ്റിയ പെമ്പിളാണെങ്കിൽ ബന്ധപ്പെടുക. ചക്കക്കൊമ്പന് നീ എന്താ പറയാ? ചക്കക്കൊമ്പന് നാടാ, ചക്കക്കൊമ്പന് നാടാ. ചക്കക്കൊമ്പൻ ഇതുവഴിയൊക്കെ പോയി. പിന്നെ ഇവന്റെ അടുത്ത് പറയാതിരിക്കുവോ ഹണിമൂണിന്റെ കാര്യം? നമ്മള് നേരെ ക്യാമ്പ് ഫയർ പോകാൻ പോവാണ്. ക്യാമ്പ് ഫയർ അപ്പൊ നമ്മുടെ പറക്കാട് റിസോർട്ടിൽ നമ്മുടെ ഡേ 3 ആണ് ഗായ്സ്. അപ്പം ഇന്ന് നമ്മൾ ഏത് റൂമിലാണ് ഉള്ളത്? പ്രസിഡൻഷ്യൽ സൂട്ട് റൂം. റെസിഡൻഷ്യൽ സ്യൂട്ട് റൂമിലാണ് ഗായ്സ് ഉള്ളത്. അപ്പൊ നമ്മൾ ഇതുവരെ താമസിച്ച റൂമുകളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട റൂം ഇതാണ് ഗായ്സ്. ഇന്ന് വലിയ അടിപൊളിയാണ് ഗായ്സ്. ആ റൂം ഒന്ന് കാണിച്ചു തരാം ഗായ്സ്. അപ്പൊ നമുക്ക് ഇതാണ് നമ്മുടെ ഒരു ബെഡ് വരുന്നത്. പിന്നെ അടുത്ത നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ ഗായ്സ് അതിൻ്റെ അടിപൊളി ടേബിളാണ് വരുന്നത്. നമുക്ക് ഡിന്നറും കാര്യങ്ങളൊക്കെ കഴിക്കാൻ പറ്റിയ മൊത്തം ഒരു ഗോൾഡ് തീമിലാണ് ഗൈസ് സെറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഗോൾഡൻ മയമാണ് ഗൈസ് മൊത്തത്തിൽ. അത് മാത്രമല്ല ഗോൾഡൻ കസേരയുണ്ട് ഗൈസ്. പിന്നെ വ്യൂ എന്നൊക്കെ പറഞ്ഞാലും അടിപൊളിയാണ് ഗൈസ്. ഇവിടെ നോക്കിയാൽ നമ്മുടെ കിടിലം വ്യൂസ് കാര്യങ്ങളൊക്കെയാണ്. ഫുള്ളാണ് മഴയാണ് ഗൈസ്. കണ്ടാ നല്ല തണുപ്പ്, നല്ല കോട. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മെയിൻ ഒരു സാധനം ഞാൻ കാണിച്ചു തരാം ഗൈസ്. നിങ്ങളെ ഇത്രയും സാധനം കാണിച്ചില്ലയോ? ഇനി വേറെ ഹെവി ഐറ്റം ഉണ്ട്. നമ്മളെ ബാത്റൂമിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ബാത്റൂമിനകത്ത് ഒരു ഐറ്റം ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് എന്താ നോക്കിയാൽ കാണാം. ഞാൻ പറഞ്ഞു മൊത്തത്തിൽ ഇവിടെ ഗോൾഡൻ മയമാണ്. അപ്പം ഇതിനകത്ത് ഗോൾഡ് കൊണ്ടായിരിക്കും നിറച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണെന്ന് നമുക്ക് നോക്കാം. ഗോൾഡൻ ഗൈസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആരായിട്ട് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ടത് ഗോൾഡൻ ബാത്റൂം ആണ്. നീ ആ ഗോൾഡൻ ക്ലോസിൽ ഞാൻ എന്തിനാ കയറിയിരുന്നത്? നോക്ക് ഗോൾഡ് ആണെന്ന് പറഞ്ഞ ചെറുക്കൻ ഇതിനകത്ത് കയറി. മക്കളെ നോക്ക്, ഇത് കാണിക്കാണ്ട് കാഴ്ച ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോഴത്തേക്കും ഇതിനകത്ത് നീ എന്തിനാ ഇതിനകത്ത് കയറിയിരുന്നത്? കാണാത്തവരും കാണും, തൂറാത്തവരും തൂറും. അതും പറഞ്ഞ് നീ രാവിലെ ഇതിനകത്ത് തൂറോ? നോക്ക് മക്കളെ നോക്ക്. അപ്പൊ ഗൈസ് കിടിലം ബാത്റൂമാണ്. ഇതിനകത്ത് കയറിക്കാൻ ഇറങ്ങാനേ തോന്നത്തില്ല. അതുകൊണ്ടാണ് ഇതിനകത്ത് കയറിയിരിക്കുന്നത് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ഗൈസ് പോവുകയാണ്. ഏകദേശം 3 ദിവസത്തോളം നമ്മളിവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെന്താ പോവുകയാണ് ഗൈസ്. അപ്പം ഇവിടുന്ന് പോകാൻ സത്യം പറഞ്ഞാൽ നമുക്ക് തോന്നുന്നില്ല. എന്താണ് നിങ്ങൾക്കെല്ലാം പറയാണ്ട് ഇവിടുത്തെ എക്സ്പീരിയൻസ് പറ. നമ്മൾ നല്ലോണം എൻജോയ് ചെയ്തു. വളരെ പറയാലോ, ഒരു പ്രത്യേക ഫീലിംഗ് ആയിരുന്നു. ആ കുളിർമയും ആ തണുപ്പിന്റെ അമ്മാതിരി വായിക്കാത്ത മൈക്ക് കയറ്റാതെ പറഞ്ഞോ. പക്ക വൈബായിരുന്നു. ഒട്ടും പ്രതീക്ഷയില്ല നമ്മളെ ഇങ്ങനെ. പിന്നെ കസ്റ്റമർ സർവീസും കസ്റ്റമറോടുള്ള ബിഹേവിയറും എല്ലാം അടിപൊളിയായിരുന്നു. അത് എടുത്തു പറയേണ്ട കാര്യം. കാരണം ഇവിടെ ഡീലിങ്ങും കാര്യങ്ങളൊക്കെ പക്ക. നമുക്ക് ഇതുവരെ ഒരു കുറവും വരുത്തില്ല ഗൈസ്. നമ്മൾ ലഞ്ച് കഴിക്കാം വയ്യാത്തന്നെ എന്താ അവരങ്ങോട്ട് വിളിക്കും. എന്താ നിങ്ങൾ കറക്റ്റ് സമയത്ത് ലഞ്ച് കഴിക്കാത്ത വാ മക്കളെ എന്താ സഹകരണം. ഇത്രയും നാളെ നമ്മൾ റൂം എടുത്തിട്ട് ഇങ്ങനെ ഒരു അനുഭവം നമ്മുടെ അടുത്ത് നല്ല രീതിയിൽ പെരുമാറി. ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ പെരുമാറി. നമ്മളും തിരിച്ച് നല്ല രീതിയിൽ തന്നെ അവരുടെ ബിഹേവ്. ഒന്നാമത്തെ കാര്യം ഞങ്ങളെ ബ്രഷും പേസ്റ്റും ഇല്ല. അതല്ലേ ഇവര് നമുക്ക് തന്നിട്ടുണ്ട്. ഇതൊക്കെ പറയാനാണ് എനിക്കും പറയാം. ഇവിടുത്തെ ആക്ടിവിറ്റീസ് ആണ് കൂടുതലും നമുക്ക് പിള്ളേർക്കായാലും ഫാമിലിക്കായാലും ഇഷ്ടപ്പെട്ടിട്ട് വരുന്നത്. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും മൂന്നാർ വരുവാണെങ്കിൽ പറക്കാട് റിസോർട്ടും ജ്വല്ലറിയും വിസിറ്റ് ചെയ്യുക. അപ്പം എല്ലാവിധ ഇതും അവരിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതാണ്. കുറെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ അതിന് നമുക്ക് എന്താ ഇവര് റൂമും കാര്യങ്ങളും എടുക്കുമ്പോൾ അതിന് പ്രത്യേക പേയ്മെന്റോ കാര്യങ്ങളൊന്നും ഇല്ല. അത് കാര്യങ്ങളൊക്കെ അതിനോടൊപ്പം നമുക്ക് ഇൻക്ലൂഡ് ആയിട്ട് വരുന്നത്. അപ്പം മൊത്തത്തിൽ നമുക്ക് എന്താ ഒന്ന് കറങ്ങി അടിച്ച് നമുക്കൊന്ന് റിലാക്സ് ആയിട്ട് മൈൻഡും കാര്യങ്ങളൊക്കെ പീസ്ഫുൾ ആയിട്ട് മൂന്നാർ വരുവാണെങ്കിൽ റിസോർട്ടിൽ തന്നെ 2 ദിവസം നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ളതുണ്ട്. അപ്പൊ നിങ്ങൾ മൂന്നാർ വരുവാണെങ്കിൽ മസ്റ്റ് ആയിട്ട് നമ്മുടെ പറക്കാട് റിസോർട്ട് നിങ്ങൾ വരിക. കാരണം വെച്ചാൽ അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഗൈസ്. ഈ വ്ളോഗിൽ തന്നെ എത്രത്തോളം നമ്മൾ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല. നമ്മൾ കുറേയൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്, കുറേയൊക്കെ കാര്യങ്ങൾ ഇല്ലാത്തതും ഉണ്ട്. അപ്പോൾ ഗൈസ് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും കൂടിയാണ് ഗൈസ്. വേറെ കാര്യം പ്രീമിയത്തിന് പ്രീമിയം, ബഡ്ജറ്റിന് ബഡ്ജറ്റ്. നിങ്ങളുടെ ബഡ്ജറ്റ് എങ്ങനെയാണോ ആ രീതി നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. ഇത്രയും ഹൈ സെറ്റപ്പ് കണ്ടിട്ട് നിങ്ങൾ ഒരുപാട് പേയ്മെന്റും കാര്യങ്ങളൊന്നും വിചാരിക്കേണ്ട. നിങ്ങൾ മസ്റ്റ് ആയിട്ട് എന്താ ഇവിടെ വരിക, ഇത്രേ പറയാനുള്ളൂ. അപ്പോൾ ഗൈസ് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് കൊണ്ടാണ് നമ്മളിവിടെ വരെ എത്തിയത്. നമ്മൾ സത്യം പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ 1 മില്യൺ ആയിരിക്കുകയാണ്. യൂട്യൂബ് നമ്മൾ 4 ലക്ഷത്തോളം കഴിഞ്ഞ്. ഇതെല്ലാം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ്. അപ്പോൾ നിങ്ങളില്ല സത്യം പറഞ്ഞാൽ ഞങ്ങളില്ല. അപ്പോൾ തുടർന്ന് നമ്മളുള്ള ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങളുണ്ടാവും. അതിന് നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം. അപ്പോൾ നിങ്ങളെല്ലാവരും ഫോളോ ആയിക്കോ. ജി ബൂംബ.